ഗേസ്, ഇന്ന് നമ്മൾ എങ്ങോട്ടാ പോകണമെന്ന് വെച്ചാൽ മട്ടാഞ്ചേരിയിലെ ജൂതപ്പള്ളി വരെ. അപ്പോൾ പള്ളീനെ കുറിച്ച് കുറച്ചധികം ഞാൻ സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടോ. സാധാരണ നമ്മൾ ഫോട്ടോച്ചിക്ക് പോകുന്നത് ബോട്ടിനാണ്, പക്ഷേ ഇപ്രാവശ്യം നമ്മൾ അങ്ങോട്ട് ഡയറക്റ്റ് ബസ്സിനാണ് പോയത്. തിരിച്ചു വന്നപ്പോൾ ബോട്ടിനുമാണ് പോയത് കേട്ടോ. നമ്മളിപ്പോൾ പള്ളീനെ കുറിച്ച് പറയുമ്പോൾ ജ്യൂട്ടോ, ഇവിടെ കാണാനായിട്ട് ഒരുപാട് കടകൾ അതേപോലെ റെസ്റ്റോറൻറ്റ്സ് എല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ ഇവിടെ ഒന്നും കയറിയിട്ടില്ല കേട്ടോ. പുറത്തുനിന്ന് കണ്ട് ആസ്വദിക്കാം, കാരണം നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ പാകത്തിനുള്ള കാശുമില്ല. അതേപോലെ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് വെക്കാനായിട്ട് വീട്ടിൽ സ്ഥലവുമില്ല. അപ്പോൾ അതുകൊണ്ട് പുറത്തുനിന്ന് കണ്ട് ആസ്വദിക്കാം. നിങ്ങൾ വരുമ്പോഴേക്കും നിങ്ങൾ ഇവിടേക്ക് ഒന്ന് കയറി കണ്ട് എല്ലാം വാങ്ങിക്കാനൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ പറയാനുള്ളത്, പള്ളിയിലേക്ക് കയറുമ്പോഴേക്കും എൻട്രി ഫീസ് ഉണ്ട്. നേരത്തെ 10 രൂപയായിരുന്നു, പക്ഷെ നമ്മൾ ഇപ്രാവശ്യം പോയപ്പോഴേക്കും നമ്മളങ്ങനെ ഒട്ടുമിക്ക മാസങ്ങളിലും പോണതാണ്. പക്ഷേ ഇപ്രാവശ്യം പോയപ്പോഴേക്കും 50 രൂപ എനിക്ക് തോന്നുന്നു. അപ്പം മ്യൂസിയം പുതിയതാണെന്ന്, കാരണം പള്ളിയുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു മ്യൂസിയം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അത് 2 ഫ്ലോറിലായിട്ടാട്ടോ. ഫസ്റ്റ് നമ്മൾ 2nd ഫ്ലോറിലാണ് പോണത്. അവിടെ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കണമെങ്കിൽ കുഴപ്പമില്ല, അലൗഡാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ താഴത്തെ ഫ്ലോറിലേക്ക് വരുമ്പോഴേക്കും ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പാടില്ല, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് കയറാൻ പാടുള്ളൂ എന്ന് പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ കാണാനൊക്കെ അത്യാവശ്യം കുറച്ചുണ്ട്. നിങ്ങൾ അങ്ങനെയൊക്കെ പഴയ സാധനങ്ങളൊക്കെ കാണുന്നവരാണ്, ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതൊക്കെ പയ്യെ നിന്ന് വായിച്ച് കണ്ടുവരാൻ ഒരുപാട് ഫോട്ടോസൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഞാൻ പള്ളീനെ കുറിച്ച് പറഞ്ഞു തുടങ്ങട്ടെ. കേൾക്കാൻ നിങ്ങൾ റെഡിയാണോ? കേരളത്തിന്റെ ചരിത്ര താളുകളിൽ ഏറെ വൈവിധ്യമുള്ള ഒരു അധ്യായമാണ് ജൂതന്മാരുടേത്. അവരുടെ സംസ്കാരത്തിന്റെയും വിശ്വാസത്തിന്റെയും ഏറ്റവും വലിയ അടയാളമാണ് കൊച്ചി മട്ടാഞ്ചേരിയിലെ ഈ ജൂതപ്പള്ളി അഥവാ പരദേശി സിനഗോഗ്. 450-ലധികം വർഷത്തെ പഴക്കമുള്ള ഈ പള്ളിയുടെ ഉള്ളിലെ അത്ഭുത കാഴ്ചകളിലേക്കും അതിന്റെ ചരിത്രത്തിലേക്കും നമുക്കൊന്ന് കണ്ണോടിക്കാം. AD 70-കളിൽ യെരൂശലേമിൽ നിന്നും കച്ചവടത്തിനായും മറ്റും എത്തിയവരാണ് കേരളത്തിലെ ജൂതന്മാർ. ചേരമാൻ പെരുമാൾ അവർക്ക് നൽകിയ പ്രത്യേക അവകാശങ്ങളെക്കുറിച്ച് ജൂതശാസനം എന്ന ചെമ്പു തകിടുകളിൽ വ്യക്തമാക്കുന്നുണ്ട്. 1568-ലാണ് ഈ പള്ളി നിർമ്മിക്കപ്പെട്ടത്. എന്നാൽ പിന്നീട് പോർച്ചുഗീസുകാരുടെ ആക്രമണത്തിൽ നിന്ന് തകർക്കപ്പെടുകയും ഡച്ചുകാരുടെ സഹായത്തോടെ ഇത് പുനർനിർമ്മിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇതിന് പരദേശി സിനഗോഗ് എന്ന് വിളിക്കുന്നത്. ഈ പള്ളിക്കുള്ളിൽ പ്രവേശിച്ചാൽ ആദ്യം നമ്മെ അത്ഭുതപ്പെടുത്തുന്നത് നിലത്ത് വിരിച്ചിരിക്കുന്ന ചൈനീസ് ടൈലുകളാണ്. 18-ാം നൂറ്റാണ്ടിൽ ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന കൈകൊണ്ട് ചിത്രം വരച്ച ടൈലുകളാണിവ. ഇതിൽ ഓരോന്നിലും വ്യത്യസ്തമായ ചിത്രങ്ങൾ കാണാം. മുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന ബെൽജിയം ഗ്ലാസ് ഷാൻഡിലിയറുകളും സ്വർണത്തിൽ പൊതിഞ്ഞ തോറ, അതായത് ജൂതന്മാരുടെ വിശുദ്ധ ഗ്രന്ഥം സൂക്ഷിച്ചിരിക്കുന്ന അൾത്താരയും ഇവിടെ പ്രൗഢി വിളിച്ചോതുന്നു. പള്ളിയുടെ പുറത്തുള്ള ക്ലോക്ക് ടവർ മറ്റൊരു പ്രത്യേകതയാണ്. ഇതിൽ 4 ഭാഗങ്ങളിലായി മലയാളം, ഹീബ്രു, ലാറ്റിൻ, അറബിക് അക്കങ്ങളിൽ സമയം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ആ കാലഘട്ടത്തിലെ വിവിധ സംസ്കാരങ്ങളുടെ ഒത്തുചേരലിനെ കാണിക്കുന്നു. കാലം മാറിയപ്പോൾ കേരളത്തിലെ ജൂതന്മാരുടെ എണ്ണം കുറഞ്ഞെങ്കിലും ഈ പള്ളി ഇന്നും ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിച്ചുകൊണ്ട് തല ഉയർത്തി നിൽക്കുന്നു. നമ്മുടെ കൊച്ചിയിലെ പൈതൃകവും മതസൗഹാർദ്ദവും ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒന്നാണ് ഈ ജൂതപ്പള്ളി. മട്ടാഞ്ചേരിയിൽ വരുമ്പോൾ തീർച്ചയായും നിങ്ങൾ കാണേണ്ട ഒരിടം. വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമാണ് ഇവിടെ പ്രാർത്ഥനകൾ നടക്കുന്നത്. ഇസ്രയേലിൽ നിന്ന് വന്ന വൈദികൻ, അതായത് റബ്ബി, 1 വർഷം ഒരാളെന്ന രീതിയിലാണ് പ്രാർത്ഥന. ഇവിടെ 10 കൽപ്പനകൾ കാണാം, അതായത് ദൈവം മനുഷ്യന് കൊടുത്ത 10 കൽപ്പനകൾ. വെള്ളിയാഴ്ച പ്രസംഗപീഠത്തിലും ശനിയാഴ്ച ബാൽക്കണിയിലും വെച്ചാണ് റബ്ബി പ്രാർത്ഥന നടത്തുന്നത്. പരമ്പരാഗത സിനഗോഗുകൾ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രാർത്ഥിക്കാൻ പ്രത്യേകം ഇടങ്ങളുണ്ട്. മട്ടാഞ്ചേരി പള്ളിയിൽ സ്ത്രീകൾക്കായി മുകൾ നിലയിൽ ഒരു പ്രത്യേക ഗാലറി തന്നെ കാണാം. ജൂതപ്പള്ളിയിലെ ഏറ്റവും വലിയ ആകർഷണം അവിടുത്തെ മനോഹരമായ വിളക്കുകളാണ്. ബെൽജിയം ഗ്ലാസ് വിളക്കുകൾ. പള്ളിയിലെ ഹാളിൽ തൂക്കിയിട്ടിരിക്കുന്ന വർണ്ണാഭമായ ഗ്ലാസ് വിളക്കുകൾ ബെൽജിയത്തിൽ നിന്നും ഇറക്കുമതി ചെയ്തവയാണിത്. 19-ാം നൂറ്റാണ്ടിലാണ് ഇവ ഇവിടെ സ്ഥാപിച്ചത്. തൂക്കുവിളക്കുകൾ. ഈ പഴയ രീതിയിലുള്ള ഷാൻഡിലിയറുകൾ പള്ളിക്ക് ഒരു രാജകീയ പ്രൗഢി നൽകുന്നു. വിവിധ കാലഘട്ടങ്ങളിൽ ഭരണാധികാരികളിൽ നിന്നും സന്ദർശകരിൽ നിന്നും പള്ളിക്ക് വിലയേറിയ സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. തിരുവിതാംകൂർ മഹാരാജാവ് സമ്മാനിച്ച സ്വർണ്ണ കിരീടങ്ങൾ ഈ പള്ളിയിലുണ്ട്. 10-ാം നൂറ്റാണ്ടിൽ ഭാസ്കര രവിവർമ്മ രാജാവ് ജൂതപ്രമുഖനായ ജോസഫ് റബ്ബാന് നൽകിയ പ്രത്യേക അവകാശങ്ങൾ രേഖപ്പെടുത്തിയ ചെമ്പ് തകിടുകൾ ഇവിടുത്തെ വലിയ നിധിയാണ്. പള്ളിക്ക് സമീപമുള്ള ഗാലറിയിലോ അല്ലെങ്കിൽ പള്ളിയുടെ തന്നെ ഭാഗമായ ഹാളുകളിലോ ജൂതന്മാരുടെ ചരിത്രം വിവരിക്കുന്ന ചിത്രങ്ങൾ കാണാം. ജൂതന്മാർ എങ്ങനെയാണ് കപ്പൽ മാർഗം കേരളത്തിൽ എത്തിയത്, അവർക്ക് രാജാക്കന്മാർ നൽകിയ സ്വീകരണം എന്നിവ ചിത്രങ്ങളിലൂടെ അവിടെ വിവരിച്ചിട്ടുണ്ട്. ജൂതന്മാരുടെ ആചാരങ്ങൾ, പഴയകാലത്തെ ജീവിത രീതി എന്നിവ കാണിക്കുന്ന ചിത്രങ്ങൾ ടൂറിസ്റ്റുകൾക്കായി പ്രദർശിപ്പിച്ചിട്ടുണ്ട്.
മട്ടാഞ്ചേരി ജൂതപ്പള്ളിക്ക് തൊട്ടടുത്തായി ഒരുങ്ങിയിരിക്കുന്ന ഈ പുതിയ മ്യൂസിയം കേരളത്തിലെ ജൂത ചരിത്രത്തിലേക്കുള്ള ഒരു ജനാലയാണ്. സിനഗോഗിന്റെ അത്ര തന്നെ പ്രാധാന്യമുള്ള ഒന്നായി ഈ മ്യൂസിയം ഇന്ന് മാറിയിരിക്കുന്നു. ജൂതന്മാർക്കായി കൊച്ചി രാജാക്കന്മാരിൽ നിന്ന് ലഭിച്ച പ്രത്യേക അവകാശങ്ങളെക്കുറിച്ചും അവർ അവിടെ കെട്ടിപ്പടുത്ത വ്യാപാര ബന്ധങ്ങളെക്കുറിച്ചും ഈ മ്യൂസിയം വ്യക്തമായി പറഞ്ഞു തരുന്നു. ഇതിനുള്ള പ്രധാന ആകർഷണം ജൂതന്മാരുടെ പലായനത്തിന് വിവിധ ഘട്ടങ്ങൾ വിവരിക്കുന്ന മനോഹരമായ പെയിന്റിങ്ങുകളാണ്. കൂടാതെ ഇസ്രായേലിലേക്ക് തിരിച്ചുപോയ ജൂത കുടുംബങ്ങൾ ഇവിടെ ബാക്കി വെച്ചുപോയ പഴയകാല ഉപകരണങ്ങൾ, മതപരമായ ചിഹ്നങ്ങൾ, അപൂർവമായ ഫോട്ടോഗ്രാഫുകൾ എന്നിവയും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പള്ളിക്കുള്ളിൽ അത്ഭുത കാഴ്ചകൾ കണ്ടിറങ്ങുന്നവർക്ക് ജൂതന്മാരുടെ സംസ്കാരത്തെയും അവരുടെ ജീവിത രീതിയെയും കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ ഈ മ്യൂസിയം സന്ദർശിക്കുന്നത് സഹായിക്കും. ഇന്ത്യയിലെ ആദ്യത്തെ ജൂതപ്പള്ളി പണി കഴിപ്പിച്ചത് AD 4-ാം നൂറ്റാണ്ടിൽ കൊടുങ്ങല്ലൂരിലായിരുന്നു. ആ കാലഘട്ടത്തിൽ ജൂതന്മാർ തെക്കേ ഇന്ത്യൻ മേഖലയിലെ കേരളത്തിലെ മലബാർ തീരത്തുടനീളം വാണിജ്യ രംഗത്ത് നല്ലൊരു സ്ഥാനം വഹിച്ചിരുന്നു. കേരളത്തിലെ ജൂതന്മാരുടെ ഭക്ഷണ രീതി എന്നത് യഹൂദ നിയമങ്ങളും കേരളത്തിന്റെ തനിമയും കലർന്ന ഒന്നാണ്. കോഷർ എന്നാൽ കഴിക്കാൻ അനുവാദമുള്ള വൃത്തിയുള്ള ഭക്ഷണം എന്നാണ് അർത്ഥം. ഇവര് മാംസവും പാലും ഒന്നിച്ച് ഉപയോഗിക്കാറില്ല. ജൂത നിയമപ്രകാരം മാംസ വിഭവങ്ങളും പാൽ ഉൽപ്പന്നങ്ങളും ഒരേ സമയം കഴിക്കാനോ ഒന്നിച്ച് പാകം ചെയ്യാനോ പാടില്ല. അതുകൊണ്ട് തന്നെ അവർ ചായയിൽ പോലും പാൽ ചേർക്കാതെ ഉപയോഗിക്കാറുണ്ട്, പ്രത്യേകിച്ച് മാംസം കഴിക്കുന്ന സമയങ്ങളിൽ. വിദേശ ജൂതരിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ ജൂതന്മാർ തങ്ങളുടെ വിഭവങ്ങളിൽ തേങ്ങയും തേങ്ങാപ്പാലും ധാരാളമായി ഉപയോഗിച്ചിരുന്നു. പാലിന് പകരമായി തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നത് അവർക്ക് വലിയ അനുഗ്രഹമായി. മീൻ കഴിക്കുമ്പോൾ ചെതമ്പലും ചിറകുമുള്ള മീനുകൾ മാത്രമേ അവർ ഉപയോഗിക്കൂ. ചെമ്മീൻ, കണവ തുടങ്ങിയവ അവർ ഒഴിവാക്കാറാണ് പതിവ്. പാസ്റ്റലി ഇറച്ചി നിറച്ച് പൊരിച്ചെടുക്കുന്ന ഒരു പലഹാരം. കുബ്ബ അരിപ്പൊടിയും ഇറച്ചിയും ചേർത്തുണ്ടാക്കുന്ന വിഭവം. വിനായി പച്ചക്കറികളും ഇറച്ചിയും ചേർത്തുണ്ടാക്കുന്ന ഒരു തരം സ്റ്റൂ. ശനിയാഴ്ചകളിൽ ശബ്ബത്ത് ദിനത്തിൽ തീ കത്തിക്കാൻ പാടില്ലാത്തതുകൊണ്ട് വെള്ളിയാഴ്ച തന്നെ തയ്യാറാക്കി വെക്കാവുന്ന ഭക്ഷണങ്ങൾക്കാണ് അവർ മുൻഗണന നൽകുന്നത്. ഇതുപോലുള്ള വീഡിയോക്കായി സബ്സ്ക്രൈബ് ചെയ്യണേ.